ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്കറിയാമോ, കൂടപ്പിറപ്പുകളെ പോലെ കഴിഞ്ഞവരാ ഞാനും വർമ്മ സാറും. പത്മാവതി മാഡവും സാറും തമ്മിൽ പിരിഞ്ഞപ്പോ ഈ പ്രശ്നത്തിൽ ആദ്യം ഇടപെട്ടത് ഈ ഞാനാ. പക്ഷെ ഒരൊറ്റ കാരണം കൊണ്ട് ഞാനും വർമ്മ സാറും തമ്മിലാകുന്നു. എന്താടാ, ടെൻഷൻ ഒഴിഞ്ഞ നേരം ഇല്ലല്ലേ? പുതിയ വള്ളി വല്ലതും വന്ന് പെടരി ചുറ്റിയോ? അതല്ല സർ, ഞാൻ ഋതിക മാഡത്തിന്റെ അമ്മയുടെ കാര്യം ആലോചിക്കുക. സ്വന്തം മോളെ കാണാൻ ഒരമ്മയ്ക്ക് അവകാശമില്ലേ? പെറ്റ അമ്മയെ കാണാൻ മകൾക്ക് അച്ഛന്റെ അനുവാദം വേണോ? അമ്മയെ കണ്ടുപോയ മകളെ അച്ഛന് വേണ്ടത്രേ. തിരികെ ആ വീട്ടിലേക്ക് കയറി ചെല്ലരുതെന്ന വർമ്മ സാറ് ഋതികയോട് പറഞ്ഞിരിക്കുന്ന. ഇത്രയും നല്ലവനായ മനുഷ്യനും ഇങ്ങനെ ഈഗോയോ? എടാ, അത് സാറിന്റെ ഈഗോ അല്ലടാ, അത് അങ്ങേരുടെ മനസ്സിലേക്ക് അടിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ. അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടപ്പോ കൂടപ്പിറപ്പുകളെ നോക്കി വളർത്തിയത് താനാണെന്നും താൻ അവരുടെ അമ്മയുടെ സ്ഥാനത്താണെന്നും ഒരു വലിയ കള്ളത്തരം അംബിക പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. അംബികയോടുള്ള വർമ്മ സാറിന്റെ സെന്റിമെന്റ്സ്, അതാണ് വർമ്മ സാറിനെ കടപ്പാട് പറഞ്ഞ് തളച്ചിട്ടിരിക്കുന്നത്. അവരുടെ തടവറയില്ല വാസ്തവത്തിൽ വർമ്മ സാറ്. അംബിക പറഞ്ഞ വർമ്മ സാർ എന്തും കേൾക്കും, എന്തും വിശ്വസിക്കും. അംബികയോടുള്ള വർമ്മ സാറിന്റെ അമിത സ്നേഹവും വിധേയത്വമാണ് ആ കുടുംബത്തെ തകർത്തത്. സത്യം പറഞ്ഞ വർമ്മ സാറിനും ശേഖരനും വേണ്ടി ഈ അംബിക ഒന്നും ചെയ്തിട്ടില്ല. അവരിന്നും വർമ്മ സാറിനെ ചൂഷണം ചെയ്ത് ജീവിക്കുക. വർമ്മ സാറിനും ശേഖരൻ സാറിനും ഈ അംബികയ്ക്കും ഒരൊറ്റ രക്ഷകർത്താവേ ഉണ്ടായിട്ടുള്ളൂ. അത് മഹാദേവ് വർമ്മ സാറാ. അച്ഛാ, കോടികളുടെ സ്വത്തുണ്ടായിട്ടും ഒരു അനാഥയെ പോലെ അലഞ്ഞു തിരിയ പത്മാവതി എന്ന ഞങ്ങളുടെ അമ്മ. അവരെ കാണരുതെന്നൊക്കെ ഋതികയോട് വർമ്മ സാർ പറഞ്ഞ. എടാ, നീ ധാർമ്മിക രോഷം കൊള്ളരുത്. ഞാൻ നിനക്കൊരു താക്കീത് തരുന്നു. അത് നിന്റെ അച്ഛന്റെ താക്കീതാ. ഇത് നീ മനസ്സിൽ സൂക്ഷിക്കണം. വർമ്മ സാറും പത്മാവതി മാഡവും തമ്മിലുള്ള പ്രശ്നത്തില് നീ ഇടപെട്ടു പോകരുത്. അത് നിനക്കും നിന്റെ ഭാര്യയ്ക്കും അപകട. നീ ചോദിക്കുമായിരിക്കും, അവരൊക്കെ ഭാര്യയുടെ മാതാപിതാക്കളല്ലേ, അവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ എനിക്ക് അവകാശമില്ലെന്നൊക്കെ. നിന്റെ ആ ചോദ്യം ശരിയാണ്. മാനസിക വശം പരിശോധിച്ചാൽ ശരിയുമാണ്. പിന്നെ എന്താ പ്രശ്നം? പ്രശ്നമുണ്ടടാ, അതല്ലേ ഞാൻ പറയണത്. അയ്യോ, എന്ത് പ്രശ്നം? ഒരമ്മയെ സാധാരണ ഒരു മകള് വെറുക്കുന്നതിന്റെ 100 ഇരട്ടി ഋതിക ആ പാവ സ്ത്രീയെ വെറുത്തിട്ടുണ്ട്. അംബിക മാഡം പറയുന്നത് പോലെ പത്മാവതി മാഡത്തിന് ആരെയും ചതിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിന്റെ ധാരണകളൊക്കെ ശരിയാ, ഞാനും അത് തന്നെ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ പ്രശ്നത്തിൽ ഇടപെട്ടു പോയാ നീ ഒറ്റപ്പെടും. വർമ്മ സാറിന്റെ ശത്രുവാവും. നിനക്കറിയാമോ, കൂടപ്പിറപ്പുകളെ പോലെ കഴിഞ്ഞവരാ ഞാനും വർമ്മ സാറും. പത്മാവതി മാഡവും സാറും തമ്മിൽ പിരിഞ്ഞപ്പോ ഈ പ്രശ്നത്തിൽ ആദ്യം ഇടപെട്ടത് ഈ ഞാനാ. പക്ഷെ ഒരൊറ്റ കാരണം കൊണ്ട് ഞാനും വർമ്മ സാറും തമ്മിലാകുന്നു. അദ്ദേഹത്തിന്റെ മനസ്സില് അംബിക എന്ന 8 കാലി കെട്ടിയ സംശയത്തിന്റെ മാറാല തൂത്തുകളയാൻ പറ്റില്ലെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വേണ്ടത് നിന്റെയും ഋതികമോളുടെയും സമാധാനത്തോടുള്ള ജീവിത. ധർമ്മം മാത്രം നോക്കി ജീവിച്ച ധർമ്മപുത്രര് സ്വന്തം കാര്യത്തിനു വേണ്ടി കളവ് പറഞ്ഞു. പിന്നെയല്ലേടാ നമ്മള്.
നീ വിട്ടുകളയട മോനെ. വേണ്ടാത്ത കാര്യത്തിൽ പോയി തലയിട്ട ഒടുവിൽ തല തെറിച്ചു പോവും. അംബികെ, ഇതെന്താ രുക്മിണി, ഒന്ന് ഉഷാറാവ്. പകരത്തിന് പകരം വീട്ടണ്ടേ? ഒരു ഉത്സാഹം തോന്നുന്നില്ല അംബികെ. തോറ്റുപോയെന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരുന്നാലേ നമ്മളെ എന്നേക്കുമായി വീണു പോകത്തേ ഉള്ളൂ. അതുപോരാ, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ആ രാജുവിന്റെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറണം. എങ്ങനെയൊക്കെ ആ വീട് തകർക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. ആ രാജുവും വീട്ടുകാരും എന്നോട് ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോഴേ കരി കൊണ്ട് ഞാൻ വിറയ്ക്കും അംബികെ. അതെ, സ്വന്തം വീട്ടിലിരുന്ന് വിറച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ഒരു ഗെയിം പ്ലാൻ ഉണ്ടാക്കണം. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങ്. നിങ്ങളുടെ 2 മക്കളുടെയും ജീവിതം അവള് തകർത്തത്. അത് മനസ്സിൽ ഓർത്താ മതി. അപ്പോ അവരോട് പ്രതികാരം ചെയ്യാൻ തോന്നും. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഋതിക, നമുക്കിറങ്ങാം. പിന്നെന്താ, പോവല്ലോ. ഇതെന്താ സർക്കാർ ഓഫീസാണോ? വാച്ചിൽ നോക്കാൻ. സ്വന്തം ഓഫീസാണെങ്കിലും എല്ലാത്തിനും ഓരോ പ്രിൻസിപ്പിൾസ് വേണ്ടേ? പോ. സാന്ദ്ര, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മാഡം. മാഡം പോകുന്നില്ലേ? എനിക്ക് കുറച്ച് അർജന്റ് വർക്കുകളുണ്ട്. ശരി മാഡം. ഞാൻ ഇവൾക്കിട്ടുള്ള പണി തുടങ്ങാൻ പോവാ. അകലെ